ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേൽ മേൽക്കോയ്മ നേടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ്റെ അടുത്ത് ഒരു വമ്പൻ തുറുപ്പുചീട്ടുണ്ട്. ഈ തുറുപ്പുചീട്ട് ഇറക്കി ഇറാൻ കളിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അഫക്റ്റഡ് ആവും. ഇസ്രായേൽ മാത്രമായിരിക്കില്ല, ലോകത്തുള്ള ഒട്ടുമുക്കാൽ പേരും അഫക്റ്റഡ് ആവും. എന്താണ് ആ തുറുപ്പുചീട്ട്, എന്താണ് ആ പ്ലേ? ഈ ഒരു കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഈ തുറുപ്പുചീട്ടും ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കുഞ്ഞു കഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വർഷം 1987 മെയ് മാസം ഇറാൻ ഇറാഖ് യുദ്ധം കൊടുമ്പിരി കൊള്ളുവാണ്. പേർഷ്യൻ ഗൾഫിൻ്റെ രണ്ട് സൈഡിൽ നിന്നിട്ടും, ഒരു സൈഡിൽ ഇറാഖും മറ്റേ സൈഡിൽ ഇറാനും, ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജെറ്റും ഒക്കെ ആയിട്ട് വലിയ യുദ്ധം നടക്കുവാണ്. ആകാശ യുദ്ധവും കടൽ യുദ്ധവും എല്ലാം ഉണ്ട്. ആ സമയത്ത് അമേരിക്കയുടെ USS സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു കപ്പലിന്മേൽ ഒരു മിസൈൽ പതിക്കുന്നു. 37 അമേരിക്കൻ സോൾജേഴ്സ് മരണപ്പെടുന്നു. ആ സമയത്ത് ഈ സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ സദ്ദാം ഹുസൈൻ, കാരണം ഇറാഖി വിമാനത്തിൽ നിന്നാണ് ആ മിസൈൽ വന്നത്, സദ്ദാം ഹുസൈൻ ആ ഈവൻറ്റിന് അമേരിക്കയോട് മാപ്പ് പറയുന്നു. അങ്ങനെ അത് അറിയാതെ പറ്റിയതാണ്, അറിയാതെ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ. പിന്നീട് അമേരിക്കൻ ഗവൺമെൻറ് കുറേ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാഖിൻ്റെ സൈഡിൽ നിന്ന് അപ്പോളജൈസ് ചെയ്യുകയും പിന്നീട് അവർ കൂടുതൽ മെഷേഴ്സ് എടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇപ്പുറത്ത് ഇറാൻ്റെ സൈഡിൽ നിന്നും ഇറാൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹം ഒന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലമാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിൻ്റെ ജീവനാഡിയാണ്. ഇന്നത്തെ സമ്പദ് വ്യവസ്ഥകളെല്ലാം, വമ്പൻ സമ്പദ് വ്യവസ്ഥകളെല്ലാം, അതായത് ചൈന, ജപ്പാൻ, ഇന്ത്യ, സൗത്ത് കൊറിയ, ഇവരുടെ എല്ലാം എണ്ണ, ആവശ്യങ്ങൾക്കായിട്ടുള്ള എണ്ണ ഏതാണ്ട് 50% മുതൽ 80% വരെയുള്ള എണ്ണ ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടെയാണ് വെളിയിൽ വരുന്നത്. അതായത് ഈ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ വേറെയും കുറച്ച് ഇൻസിഡൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുവൈറ്റ് ഈ പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വടക്ക് നിന്നും കപ്പൽ തെക്കോട്ട് സഞ്ചരിച്ച്, അതായത് നോർത്തിൽ നിന്നും സൗത്തിലോട്ട് സഞ്ചരിച്ച് അറേബ്യൻ സീ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവർക്ക് ഗ്ലോബൽ റൂട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്ന് കുവൈറ്റ് കപ്പലുകൾക്ക്, എണ്ണ കപ്പലുകൾക്ക് പുറത്തോട്ട് വരാനായിട്ട് അമേരിക്കൻ സപ്പോർട്ട് വേണമെന്ന് കുവൈറ്റ് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ കുവൈറ്റിൻ്റെ അടുത്ത് ഒരു ഓപ്പറേഷൻ ഏർണസ്റ്റ് ഹിൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അമേരിക്കൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നു. കുവൈറ്റിന് വേണ്ട സപ്പോർട്ട് അവർ കൊടുക്കുന്നു ഈ എണ്ണ കപ്പലുകൾ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ബ്രിഡ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇങ്ങനെ കുവൈറ്റിൽ നിന്ന് എണ്ണയെ കയറ്റി വരുവാണ്. എണ്ണയെ കയറ്റി വന്ന് കൃത്യം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ അവിടെ എത്തിയതും ടപേന്ന് പൊട്ടി കപ്പലിൻ്റെ ഒരു വലിയ ഭാഗത്തിന് പരിക്കും. ഈ കപ്പൽ ആദ്യം വെള്ളത്തിൽ നിന്ന് മൊത്തമായി പൊങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ ദൃക്സാക്ഷികളുടെ വിവരണമാണ്. പക്ഷേ കപ്പൽ ഭയങ്കര ഹ്യൂജ് കണ്ടെയ്നർ ഷിപ്പ് ആയതുകൊണ്ട് തന്നെ മൊത്തമായി തകർന്ന് പൊളിഞ്ഞു പോയൊന്നുമില്ല. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള കേടുപാടുകൾ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇറാൻ പ്ലേസ് ചെയ്ത മൈൻ ബോംബായിരുന്നു. ഇറാൻ ഈ കപ്പൽ വരുന്നെന്ന് കണ്ട് കൃത്യമായി മനസ്സിലാക്കി വെള്ളത്തിൻ്റെ അടിയിൽ പോയി മൈൻ പ്ലേസ് ചെയ്യുകയും ഈ ബ്ലാസ്റ്റ് നടത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത്രമേൽ ആക്സസ് ഉള്ള ഒരു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാനാണ് അതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് ഉള്ളത്. കാര്യം ഇത് വളരെ വീതി കുറഞ്ഞ ഒരു കടലെടുക്കാണ്. ഇതിന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ വീതിയുള്ളൂ. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മാരിടൈം നാവിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വീതിയുള്ള സംഭവമൊന്നുമല്ല. ഒരു 2 കപ്പലിന് അങ്ങോട്ട് പോകാം, ഒരു 2 കപ്പലിന് ഇങ്ങോട്ട് വരാം, അത്രേ ഉള്ളൂ. നമ്മളെ സാധാരണ ഒരു നോർമൽ ഹൈവേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്ര വീതിയേ ഉള്ളൂ. ഇത് അതിൽ കൂടുതൽ വീതിയില്ല. അതുപോലെ തന്നെ നീളം ഏതാണ്ട് 50 കിലോമീറ്ററോളം ഇതിന് നീളമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ചോക്കിംഗ് പോയിൻ്റായിട്ട് നിൽക്കുവാണ്. ഇറാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന സമയത്തെല്ലാം തന്നെയും ഈ ഹോർമൂസ് കടലിടുക്കിനെ അവർ വെപ്പണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെപ്പണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ മൈൻസ് ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ മൈൻസ് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും കപ്പലുകൾ വരുമ്പോൾ ഈ മൈൻസ് പൊട്ടുമ്പോഴത്തേക്കും ആകെ പ്രശ്നമാവും. പക്ഷേ അന്ന് 1988 ഉണ്ടായിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്ന് രാജ്യങ്ങൾ കൂടുതൽ കണക്റ്റഡാണ്, ട്രേഡ് കൂടുതൽ ആക്റ്റീവാണ്, വേറെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ ഇറാൻ്റെ കയ്യിലുള്ള തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കാണ്. അവരുടെ, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അവർക്ക് ആ ഡ്രോണുണ്ട്, അവർക്ക് ഈ മിസൈലുണ്ട്, അവർക്ക് ആ മിസൈലുണ്ട്. മിസൈലുകൾക്കാളും വളരെ പവർഫുള്ളാണ് ഈ കടലിടുക്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് ഈ കുവൈറ്റ് ഓയിൽ ടാങ്കർ ബ്രേക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം നിവർത്തിയില്ലാതെ 1988
പിന്നെ അമേരിക്കൻ നേവി കംപ്ലീറ്റ്ലി വരുന്നു, ഇറാൻ്റെ നേവൽ ഫ്ലീറ്റിനെ കംപ്ലീറ്റ് അടിച്ച് ഒതുക്കുന്നു. പക്ഷേ അത് ഇറാൻ യുദ്ധം തോറ്റുവെങ്കിലും അവർ വളരെ ശക്തമായൊരു പാഠം പഠിച്ചു. അതായത് വളരെ ഇടുങ്ങിയ സ്പേസ്, ആ വളരെ ഇടുങ്ങിയ സ്പേസിൻ്റെ അകത്ത് ട്രഡീഷണലായിട്ട് നേവി പിന്നെ കപ്പലുകൾ ഉപയോഗിച്ച് തങ്ങളെക്കാൾ 10 ഇരട്ടി ശേഷിയുള്ള അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ നേരിടാനായിട്ട് തങ്ങൾക്ക് സാധിക്കുകയില്ല. സോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വളരെ അസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേഷനും ഇല്ലാതെ ഇവരുടെ ആൾക്കാർക്ക് മാത്രം, അതായത് ഇറാൻ്റെ ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുക. നമ്മൾ ഈ മഹാഭാരതത്തിലൊക്കെ ചക്രവ്യൂഹം, പത്മവ്യൂഹം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു വ്യൂഹം സെറ്റപ്പ്, അതായത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതും നാവിക പോരാട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കപ്പലുകളല്ലാതെ ചെറിയ ചെറിയ ബോട്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഇറാൻ ഏതാണ്ട് 1500ഓളം ബോട്ടുകൾ ഇതിനു വേണ്ടി റെഡിയാക്കി വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് വരികയും ടോർപിഡോ മിസൈലും ഒക്കെ ബോട്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളും വന്ന് അറ്റാക്ക് ചെയ്ത് ഒരു സ്വാം സ്ട്രാറ്റജി എന്ന് പറയും. അതായത് നമ്മൾ ഈ കടന്നൽ കൂടിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പോലെയാണ്. ഊവെന്ന് വരിക, ആൾ അറ്റാക്ക് ചെയ്യുക, തിരിച്ചു പോവുക. ഇങ്ങനെ ഒരു പരിപാടിയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്കൻ നേവി പലപ്പോഴും വാർ സിനാരിയോസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ ഓരോ സിറ്റുവേഷനിലും ഏതെങ്കിലും രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ആ രാജ്യം ആണ് ബോംബിട്ട് കഴിഞ്ഞാൽ, ഈ രാജ്യം വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ റിസൾട്ട്സ് അവർ പുറത്തുവിടാറില്ല, അത് ക്ലാസിഫൈഡ് റിസൾട്ട്സാണ്. അങ്ങനെ അവർ കോൺസ്റ്റൻ്റ്ലി ടെസ്റ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഒരു ബ്ലോക്കേഡ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ അറ്റാക്ക് എങ്ങനെയായിരിക്കും, നമ്മളതിനെങ്ങനെ നേരിടും, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത്. അവർ ക്ലാസിഫൈഡ് റിപ്പോർട്ട്സൊന്നും പുറത്തു വന്നില്ല. എന്നാൽ ലീക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് പറയുന്നത് അമേരിക്കൻ നേവിക്ക് തലവേദന സൃഷ്ടിക്കാൻ ഈ സ്വാം സ്ട്രാറ്റജിക്ക് സാധിക്കും എന്ന് തന്നെയാണ്. കാര്യം ഇതൊരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ, ഈ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അറ്റാക്കുകൾ ഈ ഇറാൻ ഇറാഖി യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ പലപ്പോഴും പല ഷിപ്പുകളും പിന്നെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇറാൻ എംപ്ലോയ് ചെയ്ത ഒരു അറ്റാക്കാണ് ഗോസ്റ്റ് ടാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു അറ്റാക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഓയിൽ ഷിപ്പുകളും അല്ലാത്ത ബാക്കി രാജ്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കച്ചവടത്തിനൊക്കെ പോകുന്ന കണ്ടെയ്നർ ഷിപ്പുകളുണ്ടല്ലോ, ഈ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവും. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കംപ്ലീറ്റ് ഇതിലുള്ള നാവികരെ മുഴുക്ക വധിച്ചതിന് ശേഷം ഷിപ്പുകൾ മാത്രം ഇങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ കടലിടുക്കിൽ ഒഴുകി നടക്കും. അത് ഇറാൻ അന്ന് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ബോട്ടുകളിൽ പോവുക, ഈ ഷിപ്പുകളിൽ കയറുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഹള്ളുകളിൽ, ഹള്ളെന്ന് വെച്ചാൽ ഈ ഷിപ്പിൻ്റെ പുറത്തുള്ള ഭാഗത്തിനാണ് ഹൾ എന്ന് പറയുന്നത്, ഈ ഹള്ളിൽ പിന്നെ ബോംബ്സ് വയ്ക്കുക. അങ്ങനെയുള്ള പല തരത്തിലുള്ള ഒരു ഗറില്ല അറ്റാക്ക് നടത്തുകയും വലിയ രീതിയിലുള്ള തലവേദന അന്നത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തിൽ നിന്ന് ഇന്നെങ്ങനെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യങ്ങളെല്ലാം വളരെ കണക്റ്റഡാണ്. രണ്ട്, പ്രധാനപ്പെട്ട പല ഗ്ലോബൽ ഷിപ്മെൻറ്റുകൾ, പോർട്ടുകളും വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിന് ഇപ്പുറമാണ്. ഒന്നാമത് നമ്മൾ ദുബായിലുള്ള പോർട്ട്. ഈ ദുബായിലുള്ള പോർട്ട് ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ചരക്ക് നീക്കം, ഈ പോർട്ടുകളിൽ നിന്നുള്ള ചരക്ക് നീക്കം ഇങ്ങോട്ട് വരുന്നത് നീക്കും. ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ദുബായ്, മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. 21 മില്യൺ ബാരൽസ് ഓഫ് എണ്ണയാണ് ഒരു ദിവസം ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നത്, ഒരൊറ്റ ദിവസം. അതിനൊരു ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ സപ്ലൈ ചെയിനിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തല്ല, പെട്രോളിൻ്റെ വില 3 ഇരട്ടിയായിട്ട് കൂടും, ജെറ്റ് ഫ്യൂവലിൻ്റെ വില കൂടും, എയർ ഫെയർ കൂടും, സാധാരണ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില കൂടും, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ലീഡ് ചെയ്യും, റിസഷൻ വരെ വളരെ പ്രോബബിളിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് പല സ്ട്രീറ്റുകൾ ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അത് ലോകത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ ചോക്കിംഗ് പോയിൻറ്റ്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. കാര്യം ചെറിയ ഇടനാഴികളിൽ കൂടെ കപ്പൽ കയറി പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഈ രണ്ട് സൈഡിലുള്ള രാജ്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവർ ടൈറ്റനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴപ്പമാവും. കാരണം പിന്നീട് വേറെ ഓൾട്ടർനേറ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ പാടാണ്. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ പിന്നെ ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. കാര്യം ആർക്കും പിന്നെ ഈ അറേബ്യൻ സീയിലോട്ട് വരാനായിട്ട് സാധിക്കില്ല. ആകെ ഉള്ളൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈനുകൾ വഴി എണ്ണ
ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരിക, അതായത് തെക്ക് ഭാഗത്ത് കൊണ്ടുവരിക, അവിടെ നിന്ന് കണ്ടെയ്നറുകൾ നിറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓയിൽ കണ്ടെയ്നറുകൾ വഴി കൊണ്ടുപോകുന്ന എണ്ണയുടെ 10% മാത്രമേ നമുക്ക് ഈ പൈപ്പുകൾ വഴി കിട്ടത്തുള്ളൂ. സൗദി അറേബ്യയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പൈപ്പ് ലൈനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ഗ്യാസ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, എനർജി സംബന്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്മെൻറ്റ് ഹബ്ബുകളുണ്ട്. എന്ന് വെച്ചാൽ പല ചൈനയിൽ നിന്നൊക്കെ വരുന്ന പല ഷിപ്സും ദുബായിൽ ചരക്ക് ഇറക്കി വയ്ക്കുകയും അടുത്ത ഷിപ്പ് വന്ന് നമ്മൾ ദുബായിൽ നിന്ന് ചരക്ക് പിക്ക് ചെയ്യുകയും ചെയ്യും. നമ്മൾ വിഴിഞ്ഞൊന്ന് നടക്കുന്ന സെയിം കാര്യമാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബിൻ്റെ ഒരു ഗ്ലോബൽ പ്രോസ്പെക്റ്റൊക്കെ ഭയങ്കരമാണ്. നമ്മൾ ചിന്തിക്കാത്തതിനും അപ്പുറമാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ ദുബായിയുടെയൊക്കെ ഗ്രോത്ത് തന്നെ അതിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പോർട്ടുകളെല്ലാം നിലയ്ക്കും. കാരണം ഈ സ്ഥലത്ത് ഫുള്ളായിട്ട് മൈനും അറ്റാക്കും പരിപാടികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതുവഴി കപ്പലുകൾക്ക് പോകാനായിട്ട് തന്നെ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകും. 2019 ഈ അടുത്തായിട്ട് ഇറാൻ അമേരിക്ക പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഓയിൽ ടാങ്കറുകളുടെ ഇൻഷുറൻസ് റേറ്റ് ഏതാണ്ട് 200% കൂടി. 200% ഇൻഷുറൻസ് റേറ്റ്, ഓയിൽ ടാങ്കേഴ്സിൻ്റെ ഇൻഷുറൻസ് റേറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് പോകണം എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. യുദ്ധമൊന്നും തുടങ്ങിയതല്ല, യുദ്ധത്തിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരും എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ഇത് ബ്ലോക്ക് ആവും. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ആകെയുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ തിരിച്ച് ആഫ്രിക്ക വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനെ തൊടാനുള്ളതിനെ മൊത്തം കറങ്ങി ഇങ്ങനെ തൊടുന്ന ഒരവസ്ഥയായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും വരാൻ പോകുന്നത്. പിന്നെ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഇത് ഇറാൻ ഇറക്കി കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ സംഭവം. അവർക്ക് പിന്നെ വേറൊന്നും അങ്ങനെ ഒരു ആഴ്സണലില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേ ആണ്. പക്ഷേ അവരെന്തുമാത്രം അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പോയിൻറ്റ്. US 5th ഫ്ലീറ്റ്, US നേവിയുടെ 5th ഫ്ലീറ്റ്, അത് പല ആൾക്കാരും അത്ര ശ്രദ്ധിക്കാത്ത കാര്യമാണ്. US നേവിയുടെ ഒരു ഫ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു രാജ്യത്തിന് ഉണ്ടാകുന്ന അത്രയും ഫയർ പവർ ആ ഫ്ലീറ്റിലുണ്ടായിരിക്കും. അതായത് ഒരു 1-2 സബ്മറൈൻ, ഒരു മെയിൻ നേവൽ കേരിയർ, പിന്നെ വേറെ ഫ്രിഗേറ്റ്സുകൾ, ഒരു 8 ഫ്രിഗേറ്റ്സുകൾ. അവരെല്ലാം ബഹ്റൈനാണ് അവരുടെ മെയിൻ മിലിറ്ററി ബേസ്. ആ ബേസിൽ തമ്പടിച്ചുകൊണ്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വളരെ ആക്റ്റീവ്ലി പെട്രോൾ ചെയ്യുവാണ് US നേവി. കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഈ ചോക്കിംഗ് പോയിൻ്റാണ്. ഇത് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് തകരും, അങ്ങനെ ഒരു അവസ്ഥയെത്തും. മാത്രമല്ല ഈ ഖത്തറിൽ അവരുടെ അമേരിക്കൻ നേവിയുടെയും മിലിറ്ററിയുടെയൊക്കെ വലിയ ബേസ്, എനിക്കൊന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വലിയൊരു മിലിറ്ററി പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ കുറേ വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത നേവൽ സ്കിൽസ് ഉണ്ട്, ഗറില്ല സ്കിൽസ് ഇൻ സീ എന്നുള്ള രീതിയിൽ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് ആഘാതം ഏൽപ്പിക്കാൻ സാധിക്കും. ഓൺ ടോപ്പ് ഓഫ് എവറിത്തിങ് ഇറാൻ്റെ സൈഡിലുള്ളത് റോക്കി ബീച്ചസ് ആണ്. ഈ റോക്കി ബീച്ചസിൽ പലതിലും മിസൈൽ ലോഞ്ചേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഈ പോകുന്ന ഷിപ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇത് സാറ്റലൈറ്റ് ഇമേജസിലൊക്കെ പലതും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ അറിയാമെന്നുള്ള കാര്യമാണ്. അതായത് ഈ കേവ് സിസ്റ്റംസിൻ്റെ അകത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മിലിറ്ററി വെപ്പൺസ് അത് കറക്റ്റായിട്ട് ഹോർമൂസ് കടലിടുക്കിനെ നോക്കി ഇരിക്കുവാണ്. ഒരുപക്ഷെ ആയത്തുള്ള ഖമേനി പറഞ്ഞ വലിയ പ്രത്യാഘാതങ്ങളിലൊന്ന് ഈ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിനെ ആം ചെയ്യുക അല്ലെങ്കിൽ മൈൻ ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്കൻ സബ്മറൈൻസ്, ഞാൻ പറഞ്ഞല്ലോ ഫ്ലീറ്റ് 5th ഫ്ലീറ്റ് അവിടെ എപ്പോഴും പെട്രോൾ ചെയ്യാറുണ്ടെന്ന്. അവരുടെ സബ്മറൈൻസ് കംപ്ലീറ്റ്ലി സീ ബെഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മൈൻസിന് വേണ്ടിയിട്ടാണ്. ഈ മൈൻസ് പണ്ടത്തേനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഹള്ളിൽ മാത്രം കീപ്പ് ചെയ്യുന്ന മൈനുകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ ടൈപ്പ് ഉപയോഗിച്ച് എക്സ്പ്ലോഡ് ചെയ്യുന്ന മൈനുകൾ, അങ്ങനെ ലൊക്കേഷൻ വെച്ച് എക്സ്പ്ലോഡ് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈൻസൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ലോകത്തിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും അറിയാം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനാഡിയാണെന്നുള്ളത്. ആ ജീവനാഡിയെ ഇറാൻ ഞെക്കി പിടിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു യുദ്ധം കൂടുതൽ വഷളാവാതെ ഒരു ടോക്കിംഗ് നെഗോഷിയേഷൻ പോയിന്റിലെത്തി സോൾവ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം കുളമാവുന്ന ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങളെത്തും. അപ്പോൾ എന്തായാലും ഇറാൻ്റെ ഈ ഒരു വലിയ തുറുപ്പ് ചീട്ടിനെ പറ്റി, അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രംപ് കാർഡ്, ഇറാന് നേച്ചർ അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ട്രംപ് കാർഡാണ് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.